നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പെപ്പർ ചിക്കനുള്ള ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിയുണ്ട്, ജീരകമുണ്ട്, കുരുമുളകുണ്ട്, പെരുംജീരകമുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ചൂടാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നമ്മുടെ പാത്രത്തിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിക്കകത്ത്. ഇതുപോലെ ആയിരിക്കണേ. വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3 ചെറിയ സവോളയാണ് ഇത്. ചെറിയ സവോള അരിഞ്ഞത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഇതൊന്ന് ബ്രൗൺ നിറമാകണേ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ. ഒരുപാട് പച്ചമുളക് നമ്മൾ ഇടണ്ട, കാരണം നമ്മൾ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ കുറച്ചേ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 ടീസ്പൂണ് തൈരാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ട് വേണം നമ്മളത് തൈര് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇപ്പം ഏകദേശം തൈര് ഒഴിച്ച് നമ്മളിത് മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഞാൻ 1/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നമുക്കത് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയെല്ലാം ഒന്ന് ഇതിനകത്ത് പിടിച്ചു വരണം. നമുക്കിതൊന്ന് അടച്ചു വെക്കാതെ, വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇപ്പം തുറന്നു നോക്കാവേ. സിമ്മിലിട്ട് വേണേ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ചിക്കനകത്തെ വെള്ളത്തിൽ ഇരുന്നാണ് അത് വേവുന്നത്. അടിച്ചു പിടിക്കാതെ നോക്കണേ.
5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിതൊന്ന് തുറന്ന് നോക്കാവേ. നമ്മളിത്രയും ചിക്കനകത്ത് ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാവേ. നമുക്കൊന്ന് അടപ്പൊന്ന് മാറ്റി നോക്കാവേ. ഞാൻ വെള്ളമൊന്നും ഒഴിപ്പിട്ടില്ല, ചിക്കനകത്തെ വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത്. ചിക്കൻ നല്ലപോലെ വേകണം. ഞാനൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്, ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ചിക്കൻ ഒന്ന് വേകണം. നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. നമുക്കൊന്ന് അടപ്പൊന്ന് മാറ്റി നോക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പൊടിച്ച മസാല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ഇടുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത്